ഹലോ, നമസ്കാരം. അപ്പം നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് ഒമാന്റെ സ്ഥലമായ ബുറൈമി അലൈനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പഴയ അലൈനും ബുറൈമിയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ ബുറൈമിയുടെയും അലൈന്റെയും തമ്മിലുള്ള അവസ്ഥകൾ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പഴയ ആളുകൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളും അതേസമയം പുതിയ ആളുകൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മുഴുവൻ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അലൈൻ ആൻഡ് ബുറൈമി, ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അലൈനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ബുറൈമി, ഒമാൻ്റെ സ്ഥലം. അതാണ് ഈ ബുറൈമി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗം ഒമാനിലേക്ക് അഥവാ നമ്മൾ ബുറൈമിയിലേക്ക് കടക്കാനുള്ള ചെക്ക് പോസ്റ്റാണ്. ഇതിലൂടെ മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ അറബികൾക്കൊക്കെ പോകാൻ പറ്റും. അല്ലാത്തവർക്ക്, മറ്റുള്ള രാജ്യക്കാർക്കൊക്കെ വേറെ ചെക്ക് പോസ്റ്റ് വഴിക്കേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതേസമയം പഴയ കാലത്ത് എല്ലാവർക്കും ഈ ചെക്ക് പോസ്റ്റ് കാണുന്ന സ്ഥലത്ത് കൂടെ നമുക്ക് ബുറൈമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അലൈനിൽ ജോലി ചെയ്യുന്നവരൊക്കെ ബുറൈമിയിൽ താമസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അലൈനിൽ വിസയുള്ള ഒരുപാട് ഫാമിലികളും ബുറൈമിയിലാണ് താമസിച്ചിരുന്നത്. അതേപോലെ തന്നെ അലൈനിലെ പ്രോഗ്രാമുകൾ, ഗാനമേള, അതുപോലെ തന്നെ ഈ ഫിലിം സ്റ്റാറുകളൊക്കെ വന്നിട്ടുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ബുറൈമിയിലെ ഹോട്ടലുകളിലാണ് അന്ന് നടത്തിയിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുകളൊക്കെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അലൈനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ടൗണിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് ഈ കാണുന്ന മരമൊക്കെ ഒരു കുട്ടികളെ സംരക്ഷിക്കണ പോലെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് അലൈൻ മുനിസിപ്പാലിറ്റിയൊക്കെ ഇതിനെ ശ്രദ്ധിക്കുന്നത്. പഴയ കാലത്തുള്ളൊരു മരവും ആ ചുറ്റുപാടുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഈ അലൈനിലേക്ക് വന്നിട്ട് ബുറൈമിയിലേക്ക് കടക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ആ ഒരു റൗണ്ട് അബൌട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. കൃത്യമായ രീതിയിൽ ആ ചെടികൾക്കൊക്കെ നനച്ച്, അതേപോലെ തന്നെ മരങ്ങളും മറ്റൊക്കെ വെട്ടി ചെറുതാക്കേണ്ട സമയങ്ങളിലൊക്കെ ചെറുതാക്കി നല്ല കൃത്യമായിട്ട് ആണ് ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അലൈനിൽ നിന്ന് ബുറൈമിയിലേക്ക്, അതായത് ഈ ഒമാനിൽപ്പെട്ട ഈ ബുറൈമിയിലേക്ക് പോകേണ്ട നേരിട്ടൊരു കാറിൽ കൂടെ നമുക്ക് കയറി അങ്ങനെ പോകാൻ പറ്റുമായിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ വേറെ ചെക്ക് പോസ്റ്റ് വഴിക്ക് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടേക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. ഈ കാണുന്നത് ഈ റൗണ്ട് ബോട്ടിൻ്റെ തന്നെ വേറൊരു സൈഡാണ്. ഇപ്പോൾ ഈ കാണുന്നത് അലൈനിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഈ ഒമാനിലെ ടാക്സികളൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. ഇവിടെയായിരുന്നു ടാക്സികളൊക്കെ വന്ന് കിടക്കുക. ഇവിടുന്ന് നമുക്ക് ബുറൈമിലേക്ക് പോകാൻ, കുറഞ്ഞ ചിലവിൽ നമുക്ക് ബുറൈമിലേക്ക് പോകാനും തിരിച്ചു വരാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലം ഇത് ഒമേർ ട്രാവൽ, അതുമാതിരി ഗൾഫ് എയർ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്ക് സൈഡാണ്. ഇത് അലൈനിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഈ ഭാഗത്തായിരുന്നു ഒമാനിലെ ടാക്സികൾ വന്ന് കിടക്കുന്നത്. ഒരുപാട് ടാക്സികളുണ്ടാവും. നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ബുറൈമിയിലേക്ക് പോകാനും സാധിക്കും, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും സാധിക്കും. അപ്പോൾ നമ്മളിവിടെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഒമാനാണെന്ന് പോലും സംശയിച്ചു. അത്രയ്ക്കധികം ടാക്സികളും ഒമാനികളും ഒരുപാടുണ്ടായിരുന്നു ഈ സ്ഥലത്തൊക്കെ. ഇപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്തെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അതേസമയത്ത്